ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാപത്തോട് എന്നേക്കുമായി വിട പറയുക, ദാനിയേലിനെ പോലെ നിൽക്കുക, ആത്മാവിനാൽ ജീവിക്കുക, സമയം വൈകുന്നതിന് മുമ്പുള്ള ഒരു വിളി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാം ജീവിക്കുന്നത് അപരിചിതവും അനിശ്ചിതത്വവും ആത്മീയമായി അപകടകരവുമായ ഒരു കാലഘട്ടത്തിലാണ്. ദാനിയേലിനെയും കൂട്ടുകാരെയും പോലുള്ള യുവാക്കളെ ഒരു അന്യദേശത്തേക്ക് അടിമകളായി കൊണ്ടുപോയ ആ കാലത്തിന് സമാനമാണിത്. തങ്ങൾ വിശ്വസിച്ചിരുന്ന എല്ലാറ്റിനും എതിരായ ഒരു സംസ്കാരത്താലാണ് അവർ അന്ന് ചുറ്റപ്പെട്ടിരുന്നത്. എന്നിട്ടും അവർ തകർക്കാൻ കഴിയാത്ത ഒരു തീരുമാനമെടുത്തു. അവർ തങ്ങളെ തന്നെ അശുദ്ധരാക്കിയില്ല. ഈജിപ്തിൽ യോസേപ്പും അതുതന്നെ ചെയ്തു. എസ്തേർ, മൊർദെഖായി, നെഹമ്യാവ്, എസ്ര, രൂത്ത്, മോശ, മറിയം, എല്ലാവർക്കും ഉപരിയായി യേശു ക്രിസ്തുവും അങ്ങനെ തന്നെ ചെയ്തു. ഇവരൊന്നും പൂർണ്ണരായ മനുഷ്യരായിരുന്നില്ല. പക്ഷേ അവർക്കെല്ലാവർക്കും ശക്തമായ ഒരു പൊതുവായ കാര്യമുണ്ടായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും അവർ വിശ്വസ്തരായി നിലകൊണ്ടു. പാപം ചെയ്യാൻ എളുപ്പമായിരുന്നിട്ടും അവർ അതിനെ എതിർത്തു. തക്ക സമയത്ത് ദൈവം അവരെ ഉയർത്തി. അവർ ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതിയിലെ ഉപകരണങ്ങളായി മാറി. ഇന്ന് നമ്മളും സമാനമായ ഒരു ആത്മീയ യുദ്ധക്കളത്തിലാണ്. എഫേസ്യർ 6:12 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകനാഥന്മാരോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. ഇതൊരു ഭൗതിക പോരാട്ടം മാത്രമല്ല, ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ അപകടം പീഡനം മാത്രമല്ല, പാപത്തോടുള്ള വിട്ടുവീഴ്ചയാണ്. യേശു മത്തായി 5:27-28 വാക്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകി. പാപം ഹൃദയത്തിലാണ് തുടങ്ങുന്നത്. ഒരു നോട്ടം പോലും, ഒരു ചിന്ത പോലും പാപമാകാം. പൗലോസ് അപ്പോസ്തലൻ റോമർ 7:15 ഇപ്രകാരം വിലപിച്ചു: ഞാൻ ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ വെറുക്കുന്നത് ഞാൻ ചെയ്യുന്നു. ഇതാണ് നമുക്കുള്ളിലെ പോരാട്ടം. എന്നാൽ ഇതിൽ വലിയൊരു പ്രത്യാശയുണ്ട്. റോമർ 8:13 ഇതിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്നു. നിങ്ങൾ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. നമ്മുടെ കാലഘട്ടത്തിൻ്റെ അടിയന്തര വിളി ഇതാണ്. പാപത്തെ നിയന്ത്രിക്കാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ അതിനെ കൊന്നുകളയാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിളി അവഗണിക്കുന്നതിൻ്റെ ആകത്തുക ഭയാനകമാണ്. വെളിപാട് 9:20-21 വരെയുള്ള വാക്യങ്ങളിലും 16:9-11 വരെയുള്ള വാക്യങ്ങളിലും കാണുന്നത് പോലെ മഹാശിക്ഷകൾ അനുഭവിച്ചിട്ടും മനുഷ്യർ അനുതപിക്കാൻ തയ്യാറായില്ല. നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പകരം വിനയത്തോടെ നമുക്ക് ദൈവത്തിങ്കലേക്ക് മടങ്ങാം. യാക്കോബ് 5:6 പറയുന്നു: നിങ്ങളുടെ പാപങ്ങളെ തമ്മിൽ ഏറ്റുപറഞ്ഞ് സൗഖ്യം പ്രാപിക്കേണ്ടതിന് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാകുന്നു. ഈ വലിയ ഉറപ്പ് എപ്പോഴും ഓർക്കുക. റോമർ 8:1-2 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണാനിധിയായ സ്വർഗീയ പിതാവേ, ഈ നിർണായക സമയത്ത് ഞങ്ങൾ വിനീതമായ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് ദാനിയേലിനെയും യൗസേപ്പിനെയും അങ്ങയുടെ വിശ്വസ്ത ദാസന്മാരെയും ബലപ്പെടുത്തിയതുപോലെ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെയും ബലപ്പെടുത്തണമേ. ഞങ്ങൾ ഇതുവരെ അനുവദിച്ചു പോന്ന പാപങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ച വിചാരങ്ങളും ഞങ്ങൾ ചെയ്ത വിട്ടുവീഴ്ചകളും ദയവായി ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളിൽ എന്നത്തേക്കാളും സജീവമാകട്ടെ. വിശുദ്ധി ഞങ്ങളിൽ വളരട്ടെ. കുറ്റബോധമല്ല, ആത്മീയമായ ഉണർവ് ഞങ്ങളിൽ ഉണ്ടാകുമാറാകണമേ. അങ്ങയോടുള്ള ഭക്തി ഞങ്ങളുടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. ദൈവമായ കർത്താവെ, എല്ലാ രഹസ്യബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കണമേ.
ഞങ്ങളുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ആത്മബലം വർദ്ധിപ്പിക്കണമേ. പാപങ്ങൾ ഏറ്റുപറയുവാനും പ്രാർത്ഥിക്കുവാനും പരസ്പരം താങ്ങാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നറിഞ്ഞ് ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ഉറങ്ങുന്നവരല്ല, മറിച്ച് ജാഗ്രതയോടെ കാത്തിരിക്കുന്ന വിശ്വസ്തരായി കാണപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.